ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ബീഡ്സ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്നൊരു പാറ്റേണാണ്. അപ്പോൾ അത് ആദ്യമേ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നെക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. റൗണ്ട് നെക്കിൽ തന്നെ ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും നെക്കിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ താഴേക്ക് ഇതുപോലെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് സെൻറ്ററിൽ ഒരു ബീഡ് വരുന്ന രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 4 പെറ്റൽസ് മാത്രം വരുന്ന പോലെ ഒരു ഫ്ലവർ പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 പെറ്റൽസ് മതി. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആയിരിക്കും ഒരു 4 പെറ്റൽ വരുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പെറ്റലിൻ്റെ ഉള്ളിൽ നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്കിതിൻ്റെ സൈഡുകളിലേക്കായിട്ട് സ്റ്റെമ്മും ലീഫും വരുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്ന ഡിസൈന്. നമ്മുടെ യോക്ക് കംപ്ലീറ്റ് നല്ലപോലെ നിറഞ്ഞ് നിൽക്കുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ആ സ്റ്റെമ്മ് വരുന്നിടത്തേക്ക് വീണ്ടും ഇതേപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് അധികം വരുന്നില്ല, ഒരു 4-5 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണമേ ഫ്ലവേഴ്സ് വരത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതുപോലെ സ്റ്റെമ്മും ലീഫും കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ തമ്പനെയിൽ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫ് വരയ്ക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ചെറിയൊരു വളഞ്ഞ് വരുന്നൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ. ഇതുപോലെ കംപ്ലീറ്റ് യോക്ക് അതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. ആദ്യമേ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് പോർഷനിലേക്ക്, അതായത് നെക്കിൻ്റെ നേരെ താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് അതിൻ്റെ നേരെ താഴേക്ക് ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഗ്യാപ്പ് വരികയില്ലാത്ത രീതിയിൽ ഇതുപോലെ ലീഫും സ്റ്റെമ്മും ഒന്ന് കൊടുത്ത് ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ഗ്യാപ്പ് വരുന്നത് എവിടെയാണോ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്റ്റെമ്മും ലീഫും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പാറ്റേൺ ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യോക്ക് കംപ്ലീറ്റ് ആയിട്ടും അതങ്ങ് വന്നോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പേസ് ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് വന്നോളും. അപ്പോൾ എത്ര ഭാഗത്തേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വേണ്ടത് അത്രയും ഭാഗത്തേക്ക് ഇത് വരച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണ്. കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കട്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് സമയം എടുക്കും എന്നുള്ളതുള്ളൂ, കാരണം ഇത്രയും വരുന്നൊരു വർക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം വേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റെമ്മും ലീഫും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ള സെയിം പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു ബൊട്ടീക്ക് ഡിസൈനാണ്. ബൊട്ടീക്ക് പോയി മേടിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കംപ്ലീറ്റ് വരച്ചെടുത്തതിന് ശേഷം ഇനി ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞ പോലെ കട്ട് ബീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പം ഗോൾഡൻ കളറിലുള്ളൊരു ഗ്ലാസ് ബീഡ്സാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബീഡ് ആകുമ്പം കളറൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സെൻറ്ററിൽ വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് കട്ട് ബീഡ്സ് കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും നമ്മൾ കട്ട് ബീഡ്സ് തന്നെയാണ് വെച്ചേക്കണത്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ഒന്നിച്ച് ബീഡ് കോർത്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5 ബീഡേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ വെക്കുന്ന ആ ഒരു ബീഡിൻ്റെ അനുസരിച്ച് പുറത്ത് വരുന്ന ആ ഒരു ബീഡിൻ്റെ എണ്ണം മാറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് അതും ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 4 തവണയും ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുത്താലേ ആ ഒരു ബീഡ് അവിടെ സ്റ്റിച്ച് ചെയ്തപോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അതറിയാമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അത് ഫില്ല് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു പെറ്റലിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഔട്ടർ ലെയർ ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്യാറുള്ള ഒരു ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ വരച്ചേക്കുന്നത് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ച പോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനുശേഷം നമ്മൾ ഇതിന് ഉള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കാമെന്നുള്ളതുള്ളൂ. അപ്പോൾ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണോ വേണ്ടത് അതനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. സ്പേസ് ഇല്ലാണ്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ ഇപ്പോൾ ഓരോ ബീഡ് വെച്ച് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒന്നിച്ച് ബീഡ്സ് വെച്ച് പുറത്ത് സ്റ്റിച്ച് ചെയ്താലും മതിയാവും കേട്ടോ. അതായത് 2 അല്ലെങ്കിൽ 3 ബീഡ്സ് അനുസരിച്ച് അത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനുള്ളിൽ സ്പേസ് വരാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യമേ എല്ലാ പെറ്റൽസിൻ്റെയും ഔട്ടർ ലെയർ ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 പെറ്റൽസും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് കൊണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ബീഡ്സ് കൊണ്ടാണ് ചെയ്തെടുത്തേക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നമ്മൾ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ആ ഒരു സ്റ്റെമ്മും ആ ലീഫും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെമ്മും ലീഫും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ സ്റ്റെമ്മ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലീഫും അങ്ങ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് തന്നെ ബാക്ക് സ്റ്റിച്ചിൽ ആ ഒരു സ്റ്റെം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ ലെയർ ലീഫാണ് ചെയ്യുന്നത്. അതായത് 3 ലെയറുകളായിട്ട് വരുന്ന ലീഫ് നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലെ ചരിച്ച് ഓരോ ലെയറുകളായിട്ട് ഒന്നിന് മേളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ബീഡ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ 3 ലെയറുകളായിട്ടുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കംപ്ലീറ്റ് ഡിസൈൻ അങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കണ്ട പോലെ അത്ര ഹെവിനെസ് ഒന്നും തോന്നുന്നില്ലല്ലോ. ഇനി നമ്മൾ ആ വളഞ്ഞ് വരുന്ന ആ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കുക. ഓരോ ബീഡ്സ് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു വളഞ്ഞ ഷേപ്പൊക്കെ നിങ്ങൾക്ക് അതുപോലെ കിട്ടും കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വരച്ചിട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.